ESR CRP. എൻ്റെ ഡോക്ടറെ നിങ്ങൾക്ക് ESR കൂടുതലാണ്, കുറേ കാലമായിട്ട് കൂടുതലാണ്, ഇപ്പം എന്താ ചെയ്യുക? ഒരുപാട് പേർക്കുള്ളൊരു കൺഫ്യൂഷനാണ്. ഇന്ന് ഏതെല്ലാം കൺഫ്യൂഷൻ അങ്ങോട്ട് മാറ്റല്ലേ സിസ്റ്ററെ? ഇത് രണ്ടും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ എന്ന് പറയും, നീർവീക്കം എന്ന് പറയും. നമുക്കിപ്പോൾ ഒരു അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അസുഖം കാരണം അതിൽ വൈറസുകളോ ബാക്ടീരിയോ ഇറങ്ങിയിട്ട് അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും, ചെറിയ രക്തക്കുഴലിൻ്റെ അടിയിലൊക്കെ ആയിട്ട്. അതിനാണ് നീർവീക്കം എന്ന് പറയുക, ഇൻഫ്ലമേഷൻ എന്ന് പറയുക. ആകെ കൊണ്ട് അൽക്കുലത്താവുന്ന ഒരു സാഹചര്യം ഈ നമ്മുടെ ശരീരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇതുപോലൊരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർവീക്കം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ലിവർ എന്ത് ചെയ്യുന്നറിയോ, ഒരു പ്രോട്ടീൻ ഇതിൻ്റെ റെസ്പോൺസിൻ്റെ ഫലമായിട്ട് ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ പേരാണ് എന്ത്? CRP അല്ലെങ്കിൽ സി റിയാക്റ്റീവ് പ്രോട്ടീൻ. ഓക്കെ, അപ്പോൾ ഒരാളെ രക്തത്തിൽ CRP ഇൻക്രീസ് ചെയ്ത് നിൽക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നുകിൽ പെട്ടെന്നുള്ള ഒരു ഇൻഫ്ലമേഷൻ, അക്യൂട്ട് ഇൻഫ്ലമേഷൻ, അല്ലെങ്കിൽ